ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഒരു വാഹനം നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് നമ്മളുടെ ഈ KL രജിസ്ട്രേഷനിലുള്ള വാഹനം കൊണ്ടുപോകുന്നു. ഈ അവസരത്തിലെല്ലാം നമുക്ക് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് പറയുന്നത് രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് എന്നാണ്. NOC എന്ന് പറയുന്ന ഒരു സംവിധാനം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ NOCക്ക് 6 മാസത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ 6 മാസത്തെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് നടത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ NOCക്ക് അങ്ങനെ ഒരു വാലിഡിറ്റിയേ ഇല്ല. അത് ഒരു ഇൻഫിനിറ്റ് വാലിഡിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു വാഹനം നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെ ധരിക്കുക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നമ്മൾ അതിൻ്റെ പ്രോസസ്സ്, അതായത് ഇങ്ങോട്ടേക്ക് രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റിനുള്ള ആ പ്രോസസ്സ് നൽകി കഴിഞ്ഞാൽ, അതുപോലെ NOC ലഭിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സാധാരണ ഇപ്പോൾ ഓൺലൈനിൽ ലഭിക്കുന്ന ആ NOC മാത്രം പോരാ. ഫോം നമ്പർ 28-ൽ നമ്മൾ ആ സംസ്ഥാനത്തെ ഏത് RTO ഓഫീസിലാണോ നിങ്ങളുടെ വാഹനം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് അവിടെ നിന്ന് അവിടുത്തെ RTO ഒപ്പിട്ട് ആ ഒരു ഡോക്യുമെൻ്റ് കൂടി ഈ അപേക്ഷയോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫോമും NOCയും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ആ NOC പൂർണ്ണമാകുന്നുള്ളൂ. അതില്ലാതെ ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് നടത്താനായിട്ട് ഇവിടെ RTO സമ്മതിക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ഞാൻ പറഞ്ഞു വരുന്നത്, NOCക്ക് പ്രത്യേകിച്ച് കാലാവധിയില്ല. എത്ര മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ 30 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നടത്തുന്ന ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ഫൈൻ വരും എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു കാറാണെന്നുണ്ടെങ്കിൽ വൈകുന്ന ഓരോ മാസത്തിനും 500 രൂപയും, ഒരു മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ 300 രൂപയും വെച്ചിട്ട് നമ്മൾ ഈ ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ എത്ര നാൾ വൈകുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ടാക്സിലും വ്യത്യാസം വരും. അഡീഷണൽ ടാക്സ്, അതുപോലെ അതിൽ ഇൻട്രസ്റ്റും വരുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്.